ഇറാൻ പുതിയതായിട്ട് മധ്യസ്ഥർ മുഖേന അമേരിക്കയുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ അടക്കമുള്ള യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉന്നത സെക്യൂരിറ്റി ഒഫീഷ്യൽസുമായിട്ട് ഇന്ന് ചർച്ച നടത്തുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച് ഇന്ന് നിർണായകമായിട്ട് വരുന്നത്. അതിലെ അജണ്ടയായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെയും റിപ്പോർട്ടർമാരിലൂടെയും ലോകം അറിയുന്നത് എങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഹോർമൂസ് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിനു വേണ്ടി വന്നാൽ ബ്ലോക്കേഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ കാര്യം കൂടി ചർച്ച ചെയ്യും എന്ന വിധത്തിലും, പിന്നീട് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായി ഇന്ന് രാത്രി മാറുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കുമെന്ന രൂപത്തിൽ ചർച്ചകളുടെ ഗതി പോവുകയാണ് എന്നാണ് ആക്സിയോസ് അടക്കമുള്ള വാർത്താ ഏജൻസികളും അതിൻ്റെ പ്രമുഖരായ റിപ്പോർട്ടർമാരും പറയുന്നത്. ഇറാൻ സൈനികമായും സാമ്പത്തികമായും ഈ യുദ്ധാനന്തരം വളരെ സമ്മർദ്ദത്തിൽപ്പെട്ടു നിൽക്കുകയാണെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു. ഒപ്പം ഭരണ നേതൃത്വത്തിൽ ഒരുപാട് വിള്ളലുകൾ വന്നിട്ടുണ്ട്. ഈ സാഹചര്യം ഒരുപക്ഷെ യുദ്ധവിരാമത്തിലേക്ക് പോകാനുള്ള അവസരമാക്കി ഇറാൻ എടുക്കാൻ പറ്റുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ വഴി ഇറാൻ കൊടുത്തിരിക്കുന്ന പുതിയ പ്രപ്പോസലിൽ ഹോർമൂസിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണാവകാശം തങ്ങളുടെ കൈവശം തന്നെ ഉണ്ടാകണം എന്ന രൂപത്തെ സൂചിപ്പിച്ചിരിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുകയാണ്. കൂട്ടത്തിൽ പാകിസ്ഥാൻ സന്ദർശനം കഴിഞ്ഞ് ഒമാൻ ഭരണാധികാരിയെ കഴിഞ്ഞ ദിവസം കണ്ട കാര്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് റഷ്യയിലെത്തിയ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ചർച്ച നടത്തി. ഈ സന്ദർശനത്തിൽ കൂടിക്കാഴ്ചയിൽ റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള മധ്യസ്ഥത ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞതായും അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞിരുന്ന വേണമെങ്കിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്നതുപോലെ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ വാങ്ങി സൂക്ഷിക്കാം, അത് അമേരിക്കയ്ക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കാം എന്ന ആ ഒരു പ്രതിബദ്ധത റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കിയതായും ഇന്നത്തെ റിപ്പോർട്ടുകളും പറയുകയാണ്. പക്ഷേ അമേരിക്ക അക്കാര്യം അനുവദിക്കില്ല നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. റഷ്യ പറഞ്ഞ മറ്റൊരു കാര്യം, ഇറാൻ ജനതയും മേഖലയിലെ മൊത്തം ജനങ്ങളും ആഗ്രഹിക്കുന്ന സമാധാനം അത് കൊണ്ടുവരാൻ വേണ്ടി അതിൽ പങ്കാളികളാവുന്ന കാര്യം കൂടി തങ്ങൾ വളരെ പ്രാധാന്യത്തിലെടുക്കുകയാണ് എന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞതായി സൂചിപ്പിച്ചിട്ടുണ്ട്. സമ്മർദ്ദങ്ങളുടെ സമയത്ത് ഈ സഖ്യകക്ഷികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള റീ ഇവാലുവേഷൻ വേണം എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയിൽ UAE പ്രസിഡന്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറായിട്ടുള്ള ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞ കാര്യങ്ങൾ ആഗോള മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തിൽ നൽകുകയാണ്. നമ്മളെല്ലാവരും അക്കാര്യം അറിഞ്ഞിരിക്കുകയും വേണം. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ മാത്രമല്ല, വ്യക്തിബന്ധങ്ങളിൽ പോലും കുടുംബ ബന്ധങ്ങളിൽ പോലും പാലിക്കേണ്ട ചില സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ് അൻവർ ഗർഗാഷ് ഈ പ്രഖ്യാപനത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ GCC രാജ്യങ്ങൾക്ക് മേൽ നടത്തിയിരിക്കുന്ന കടന്നാക്രമണം, ഈ ഒരു അഗ്രഷൻ ഉണ്ടല്ലോ, അത് പെട്ടെന്നൊരു കാര്യത്തിലുണ്ടായ റിയാക്ഷനായിട്ട് കാണാൻ പറ്റില്ല. വളരെ കരുതിക്കൂട്ടി മനഃപൂർവ്വമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കി നടത്തിയിരിക്കുന്ന ആക്രമണമാണ് എന്നാണ് അൻവർ ഗർഗാഷ് പറയുന്നത്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം നിരത്തുന്ന ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആക്രമണത്തിൻ്റെ 90% സിവിലിയൻ ഏരിയകളിലും എനർജി കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറച്ചിലിൽ വലിയ അർത്ഥമില്ല എന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് മൊത്തം ബോധ്യമായതായിട്ടാണ് UAE പ്രസിഡന്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസർ പറയുന്നത്. ഒപ്പം 2800 ഡ്രോണും മിസൈലും ഒക്കെ അയച്ചിട്ടാണ് ട്രസ്റ്റ് വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങളുമായിട്ട് വരുന്നത്. ആ സാഹചര്യം ശരിയല്ല. എങ്ങനെയാണ് ട്രസ്റ്റ് വീണ്ടെടുക്കാൻ പറ്റുക? ഒരുപക്ഷെ വീണ്ടെടുത്തൊന്ന് വരാം, പക്ഷേ കാലങ്ങൾ കഴിയുമെന്നും തലമുറകൾ കഴിയുമെന്നും ഡോക്ടർ അൻവർ ഗർഗാഷ് പറയുകയാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രസ്റ്റിന് ലംഘനമുണ്ടായാൽ, പരസ്പര വിശ്വാസത്തിന് ലംഘനമുണ്ടായാൽ അതൊക്കെ വീണ്ടെടുക്കാൻ സമയം ഒരുപാട് എടുക്കുമെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമ്പനികളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പോലും, രാജ്യങ്ങളുടെ കാര്യം മാത്രമല്ല എല്ലായിടത്തും ബാധകമാവുന്ന ചില പ്രകൃതിയുടെ സത്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്ന കൂട്ടത്തിൽ പ്രശസ്തമായ പല മാധ്യമങ്ങളും UAE ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി ഈ നിർണായക ഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ, വിശകലനങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പങ്കെടുത്തു. ഇപ്പോൾ തന്നെ ബാങ്കുകളുടെ കാര്യം നോക്കൂ,
എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത നടപടികൾ നോക്കൂ, ഇൻഡസ്ട്രിയൽ കമ്പനികൾക്ക് വേണ്ടി കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ നോക്കൂ. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യം യുദ്ധസമയത്ത് ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത്, ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗരേഖയാക്കി വെച്ച് അവതരിപ്പിക്കുകയാണ്. UAE-യിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ച ഇടപെടലുകൾ, അതിനപ്പുറം സാധനങ്ങളുടെ ദൗർലഭ്യമുണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പിന്നെ SME എന്ന് പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള മീഡിയം ലെവലിൽ കിടക്കുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ട ലൈസൻസ് പുതുക്കാൻ, ലൈസൻസ് എടുക്കാൻ ഒക്കെ വേണ്ടി കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ, അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്ന വലിയ തുക, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കമ്പനികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ വായ്പ എടുത്തവർക്കും ക്രെഡിറ്റ് കാർഡ് എടുത്തവർക്കും തിരിച്ചടവ് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന സെൻട്രൽ ബാങ്കിൻ്റെ നിർദ്ദേശം, അനിശ്ചിതാവസ്ഥയിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഓൺലൈൻ സംവിധാനവും ഹൈബ്രിഡ് സംവിധാനവും ഒക്കെ ഏർപ്പാടാക്കി കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് കൂടെ നിന്ന രീതികൾ, ഇതെല്ലാമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിശകലന വിദഗ്ധരും ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് UAE പ്രശംസിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് ചർച്ചകൾ നടത്തും. ഈ വിഷയത്തിൽ നിർണായകമായ ചില തീരുമാനമെടുക്കാൻ പറ്റുമെന്നൊക്കെ അന്വേഷിക്കും എന്ന വാർത്ത വരുന്നതിനിടയിലും എണ്ണവില വർദ്ധിച്ചു എന്ന വാർത്തയാണ് വൈകുന്നേരം നമ്മൾ അറിയുന്നത്. കൂട്ടത്തിൽ ഒരു ദുരന്ത വാർത്ത കൂടി വരുന്നത്, സൗത്ത് സുഡാനിൽ ഒരു വിമാനം തകർന്നു വീണു അതിലുണ്ടായിരുന്ന 13 പേരും മരിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അതിൽ 2 കെനിയക്കാരും ബാക്കിയുള്ളവരെല്ലാം സൗത്ത് സുഡാനിലെ ജൂബ നിവാസികളുമാണ് എന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ പ്രവാസികളെ മൊത്തത്തിൽ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നാട്ടിൽ നടക്കുകയാണ്. ഒന്ന്, നമ്മുടെ കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും കഴിയുന്ന നമ്മുടെ നാട്ടിൽ ഇതുവരെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധം ഏതാണ്ട് എല്ലാ ജില്ലകളിലും പാമ്പുകൾ ഇറങ്ങുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ 3-4 ദിവസമായി വരുന്നത് ശരിക്കും പ്രവാസികളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പാമ്പുകൾ ഇത്ര നാൾ എവിടെയായിരുന്നു? ചൂട് കാരണം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു എന്നൊന്നും പറയുന്നത് പെട്ടെന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എത്രയോ നാളുകളിൽ ചൂട് ഇതുപോലെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനെയൊരു ആക്രമണമില്ലായിരുന്നു. മാത്രമല്ല, ചൂട്, തണുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് പുറത്തു വന്ന് ആ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന ജീവികളല്ല ശീതരക്ത ജീവികളായിട്ടുള്ള പാമ്പുകൾ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വാദിക്കുന്നതിന് അർത്ഥമില്ല, മറ്റെന്തോ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നു. ഏതായാലും കുടുംബങ്ങളിൽ പാമ്പുകളെ വളരെ വ്യക്തമായി കാണുകയും ആളുകൾ ചവിട്ടുകയും ഓടിക്കുകയും ആളുകൾ അപകടത്തിൽപ്പെടുകയും പാമ്പിൻ്റെ കടിയേൽക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ വാർത്തകളായി ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ചൊക്കെ വളരെ വലിയ ആശങ്ക ഉണ്ടാകുന്നു എന്ന സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. വേണ്ടപ്പെട്ടവരോട് എങ്ങനെയൊക്കെ ജാഗ്രത പാലിക്കാൻ പറ്റുമോ അതാത് പ്രദേശങ്ങളിൽ എന്താണ് അതിനുവേണ്ടി ചെയ്തിടേണ്ടതെന്ന കാര്യങ്ങൾ വിദഗ്ധന്മാർ പറയുന്നത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ധർമ്മം നമ്മൾ നിറവേറ്റണം എന്ന് ഈ സന്ദർഭത്തിലും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പവർ കട്ടും കൂടിയാകുമ്പോൾ ഉണ്ടാകാവുന്ന അസ്വസ്ഥത നിറഞ്ഞ ഗാർഹിക അന്തരീക്ഷം താങ്ങാൻ പറ്റുന്ന വിധത്തിലല്ല നമ്മുടെ നാടിപ്പോൾ പോകുന്നത് എന്നുകൂടി തിരിച്ചറിയുക. എത്രയും വേഗം വേനൽ മഴ വന്ന് ഒന്ന് ശമിപ്പിക്കുന്ന സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.